സീറോ മലബാർ സഭയുടെ പുതിയ ശ്രേഷ്ഠ മെത്രാപ്പോലീത്ത മാർ റാഫേൽ തട്ടിൽ വലിയ പിതാവിനെ സ്വീകരിക്കാൻ റോമ നഗരം ഒരുങ്ങി. സീറോ മലബാർ സഭയുടെ ശ്രേഷ്ഠ മെത്രാപ്പോലീത്തയുടെ ചുമതലകൾ ഏറ്റെടുത്തതിനു ശേഷമുള്ള മാർ റാഫേൽ തട്ടിൽ വലിയ പിതാവിൻ്റെ ആദ്യ റോമ സന്ദർശനത്തിനാണ് അടുത്ത ആഴ്ച നടക്കുന്നത്. സീറോ മലബാർ സഭയുടെ ശ്രേഷ്ഠ ഇടയൻ്റെ കൂടെ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ച നടത്താൻ കേരളത്തിൽ നിന്ന് 4 ആർച്ച് ബിഷപ്പുമാരും കൂരിയ ബിഷപ്പും വരുന്നുണ്ട്. അടുത്ത തിങ്കളാഴ്ച മെയ് മാസം 13-ാം തീയതിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ മാർ റാഫേൽ തട്ടിൽ പിതാവും മറ്റ് പിതാക്കന്മാരും തിരഞ്ഞെടുക്കപ്പെട്ട വൈദികരും സന്യസ്തരും അൽമായ പ്രതിനിധികളുമായി 200ഓളം പേരുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. ഉപരിപഠനത്തിനും വിവിധ അജപാലന ശുശ്രൂഷകൾക്കും റോമിലുള്ള സീറോ മലബാർ വൈദികരുടെ സംഗമവും സെമിനാരിക്കാരുടെ സംഗമവും സന്യസ്തരുടെ സംഗമവും റോമിലുള്ള സീറോ മലബാർ കേന്ദ്രമായ ദോമോസ് മാർത്തോമയിൽ വെച്ച് തുടർന്നുള്ള ദിവസങ്ങളിൽ നടക്കുന്നുണ്ട്. 18-ാം തീയതി ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 4 മണിക്ക് റോമിലെ സാന്താ അനസ്താസിയ ബസിലിക്കയിൽ വെച്ച് അൽമായരും മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവുമായി സംഗമം നടത്തുന്നുണ്ട്. മെയ് മാസം 19-ാം തീയതി ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് സാന്താ അനസ്താസിയ ബസിലിക്കയിൽ വെച്ച് റോമിലെ സീറോ മലബാർ വിശ്വാസികൾ ഒരുമിച്ച് ചേർന്ന് വലിയ ഇടയന് സ്വീകരണം നൽകുകയും അതേ തുടർന്ന് വിശുദ്ധ ബലിയർപ്പണവും ഉണ്ടായിരിക്കുന്നതാണ്. മാർത്തോമാസ്തിയായുടെ പുതിയ പിൻഗാമിയായി തിരഞ്ഞെടുക്കപ്പെട്ട അഭിമന്യ മാർ റാഫേൽ തട്ടിൽ ശ്രേഷ്ഠ മെത്രാപ്പോലീത്ത റോമിലെ വിശുദ്ധ പത്രോസ്ലിഹായുടെ പിൻഗാമിയായ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയെ കാണാൻ വരുന്ന അപൂർവ നിമിഷങ്ങൾക്കായിട്ടാണ് റോമ നഗരം ഒരുങ്ങുന്നതെന്ന് കമ്മിറ്റി അംഗങ്ങൾ പങ്കുവച്ചു. റോമിലെ സീറോ മലബാർ അപ്പസ്തോലിക് വിസിറ്റേറ്ററായ മാർ സ്റ്റീഫൻ ചെറപ്പണത്താണ് സംഗമങ്ങളുടെ ചുക്കാൻ പിടിക്കുന്നത്. സീറോ മലബാർ പ്രൊക്കുറയിലെ മറ്റു വൈദികരും ഇതിന് നേതൃത്വം നൽകുന്നുണ്ട്. ഷെക്കന ന്യൂസിനു വേണ്ടി വത്തിക്കാനിൽ നിന്ന് ഫാദർ ജിയോ തരകൻ.